ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ട്യൂട്ടോറിയലുമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ലാസ്റ്റ് വരെ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ഒരു 1 മീറ്റർ നീളത്തിലും 13 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ഷോളോ നൈറ്റിയോ മെറ്റീരിയലോ പഴയ ബെഡ്ഷീറ്റോ എന്ത് വേണമെങ്കിലും ഇതിന് പകരം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മെഷർമെൻറ്റ്സ് കാണിക്കാം. 13 ഇഞ്ചസ് വീതിയും 1 മീറ്റർ ലെങ്ത്തുമുള്ള 2 പീസ് ഫാബ്രിക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 മീറ്റർ ലെങ്ത്തിലാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 10 ഇഞ്ചസ് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലുമുള്ള രണ്ട് പീസസ് ആണ്. 2 ചെറിയ പീസ് ഫാബ്രിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലെ കൺകൺ ഫാബ്രിക്കാണ്. നമ്മൾ തയ്ക്കുന്നവരുടെ അടുത്തൊക്കെ ഇതേപോലെ ചെറിയ പീസസ് അവൈലബിൾ ആയിരിക്കും. ഇത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള ഫാബ്രിക് ഉപയോഗിക്കാവുന്നതാണ്. പീസ് ഓഫ് ഫാബ്രിക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മളൊരു 3 പീസ് എടുക്കുന്നുണ്ട്. 3 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മളതിനെ ഒരു ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് താഴെ വശം മടക്കി വച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നോർമൽ കോട്ടൺ ഫാബ്രിക്കോ അല്ല നോർമലായിട്ടുള്ള ഫാബ്രിക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ആക്കി മടക്കിയിട്ട് ഒരു 10 ഇഞ്ച് നീളത്തിൽ, അതായത് ടോട്ടൽ 20 ഇഞ്ച് നീളമാണ് നമുക്ക് വേണ്ടത്. നടുവേ മടക്കുന്നത് കൊണ്ട് നമ്മളൊരു 10 ഇഞ്ചസ് നീളത്തിലുള്ള 3 പീസസ് ഫാബ്രിക് എടുക്കുക. ഇനി നമ്മൾ എടുത്തേക്കുന്ന ഫാബ്രിക്കിൻ്റെ എഡ്ജസ് ഫോൾഡ് ചെയ്തെടുക്കണം. നിങ്ങൾ നോർമൽ ഫാബ്രിക് ഒക്കെ എടുക്കുവാണെങ്കിൽ കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാനിവിടെ കട്ട് പീസസ് എടുത്തത് കൊണ്ട് എഡ്ജസ് ഒരേപോലെ അല്ല. അപ്പോൾ നമ്മൾ ഒരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് 3ൻ്റെയും ലെങ്ത്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഫാബ്രിക് ആണെങ്കിലും നിങ്ങൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ 3ൻ്റെയും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫാബ്രിക്കിൻ്റെ എഡ്ജസ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3ൻ്റെയും നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് 3 ഇഞ്ച് താഴ്ത്തി ആ ഒരു ഫാബ്രിക്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഫാബ്രിക്ക് വെച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഫോൾഡിങ് സൈഡ് മുകളിലേക്കോ അല്ലെങ്കിൽ തയ്ച്ച വശം മുകളിലേക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ പ്ലേസ് ചെയ്യാം. 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ അതൊന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ രീതിക്ക് തന്നെ നമ്മൾ താഴത്തേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 2 ഇഞ്ച് അകലത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് പ്ലേസ് ചെയ്തേക്കുന്നത് 3 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ ഫസ്റ്റ് ലെയറിൽ നിന്ന് ഒരു 2 ഇഞ്ച് അകലത്തിൽ വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലെയറും സെയിം പോലെ തന്നെ അതായത് 1.5 ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് നമുക്കിനി ഈ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് മെഷ് ഫാബ്രിക്കുകൾ തയ്ച്ചെടുക്കാം. അതായത് ജോയിൻ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മളതൊന്ന് 3ഉം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 2 പീസ് ഫാബ്രിക് ഉണ്ടല്ലോ, അത് നമുക്ക് പ്ലേസ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുകളിലത്തെ എഡ്ജിൽ നിന്ന് 2 കോർണറിൽ നിന്നും 4 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. 2 എഡ്ജസിൽ നിന്നും, അതായത് ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരെണ്ണം പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും നമുക്ക് പ്ലേസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിതൊരു ഫാബ്രിക് പീസിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു 2 പീസുകളും ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇത് ആ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്
നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. 4 ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടും കറക്റ്റ് പ്ലേസിൽ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക. രണ്ടും പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരേ അകലത്തിൽ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഫാബ്രിക് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഫുൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ താഴെ വശത്തായിട്ട് ഒരു കോർണർ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ഒരു ഏരിയ വിടുന്നുണ്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ വശത്ത് നമ്മൾ ലീവ് ചെയ്ത പ്ലേസിൽ കൂടെ ആ ഒരു നമ്മൾ ഉൾവശം അതായത് പുറത്തേക്ക് മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് കോർണേഴ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ നോച്ചസും കൂടെ ഇട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എഡ്ജസ് എല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കെയിലോ അല്ല പെൻസിലോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് ആ ഒരു കോർണേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇത് കുറച്ചൊന്ന് സ്റ്റിഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലീവ് ചെയ്ത പ്ലേസിൽ കൂടെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് തിക്കായിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റിഫാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിനെ സ്റ്റിഫാക്കുന്നില്ല, കാരണം നമ്മൾ വാർഡ്രോബിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സസിലാവുന്നത് കൊണ്ട് ഞാൻ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എഡ്ജസ് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിച്ചടിച്ചു കൊടുക്കണം. ഫുൾ സൈഡും നമ്മൾ നല്ലപോലെ അതായത് എഡ്ജസ് എല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ പതിച്ചടിച്ചു കൊടുക്കണം. പതിച്ചടിക്കുമ്പോഴും ഒരു 4 ഇഞ്ച് അകലത്തിൽ വിട്ടിട്ട് വേണം നമ്മൾ പതിച്ചടിക്കാനായിട്ട്. അധികം ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ പതിച്ചടിക്കരുത്, അതിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകും. നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 3 പോക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കൂടെയൊക്കെ ഒരു പോക്കറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ പോക്കറ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതായത് വീതിയൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊരു ട്രാവൽ പൗച്ചായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളിതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് പാക്കേജിൽ വെച്ച് കൊണ്ട് നടക്കാവുന്നതാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വാർഡ്രോബിൻ്റെ ഡോറിൽ ഇതേപോലെ ഹാങ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഡോറിൻ്റെ സൈഡിലല്ലാതെ നമ്മുടെ വാർഡ്രോബിൽ ഹാങ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇതേപോലെ കുറേ പോക്കറ്റോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഡ്രസ്സസ് നമുക്കിതിൽ സ്റ്റോർ ചെയ്തിട്ട് അതായത് ആ ഒരു നമുക്കുള്ള ആ ഒരു വാർഡ്രോബിൽ തന്നെ സെറ്റ് ചെയ്യാവുന്ന 0 ബഡ്ജറ്റിൽ സ്പേസ് സേവർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്